അസ്സലാമലൈക്കും ഡിയർ ഫ്രണ്ട്സ്. ഇന്നത്തെ നമ്മുടെ സ്പെഷ്യൽ നിങ്ങൾ ആരും ഇതുവരെയും ട്രൈ ചെയ്ത് നോക്കിയിട്ടില്ലാത്ത ഒരു അടിപൊളി വെറൈറ്റി റെസിപ്പിയാണ്. നമ്മുടെ ഈ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്ന സമയത്ത് നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്തേക്കണേ. അതുപോലെ തന്നെ നമ്മുടെ ഈ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരും ഇതുവരെയും സബ്സ്ക്രൈബ് ചെയ്യാത്തവരും പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ. ഞാനിടുന്ന വീഡിയോസ് ഉടനടി കിട്ടുന്നതിനായി സബ്സ്ക്രൈബ് ബട്ടന്റെ തൊട്ടടുത്ത് കാണുന്ന ബെല്ലൈക്കൺ കൂടി ക്ലിക്ക് ചെയ്തിട്ട് ഓൾ എന്ന ഓപ്ഷൻ എനേബിൾ ചെയ്യാനും മറക്കല്ലേ. ഇതിനായിട്ട് ഞാനിവിടെ 250 ml കപ്പിന് 2 കപ്പ് പച്ചരി നല്ലതുപോലെ കഴുകി വൃത്തിയാക്കി എടുത്തതിന് ശേഷം 3 മണിക്കൂർ വെള്ളത്തിലിട്ട് കുതിർക്കാൻ വെച്ചിട്ടുള്ളതാണ്. അപ്പൊ നല്ലതുപോലെ കുതിർന്ന് വന്നിട്ടുണ്ട്. ഇത് കുറച്ച് സമയം നമുക്ക് ഫ്രിഡ്ജിൽ വെക്കാം. അപ്പൊ ഇനി നമുക്ക് കുറച്ച് സമയം ഈ അരി ഒന്ന് തണുത്ത് കിട്ടുന്നതിന് വേണ്ടിയിട്ട് ഫ്രിഡ്ജിൽ വെക്കാം. കുക്കർ ചൂടാക്കാൻ വെച്ചിട്ടുണ്ട്. ഇതിലേക്ക് ഒരു 3 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. വെളിച്ചെണ്ണ ഒന്ന് ചൂടായതിനു ശേഷം ഇതിലേക്ക് ഒരു 1/4 ടീസ്പൂൺ ഉലുവ ചേർക്കാം. കൂടി പോരുന്നത് ഒരു 1/4 ടീസ്പൂൺ മാത്രമേ ചേർക്കാവൂ. അതുപോലെ തന്നെ 1 ടീസ്പൂൺ പെരിഞ്ജീരകം, വലിയ ജീരകമാണ്, ചെറിയ ജീരകമല്ല. പിന്നെ ഇതിലേക്ക് 2 ചെറിയ കഷ്ണം പട്ട, ഒരു 4 ഏലക്ക, ഒരു 4 ഗ്രാമ്പും കൂടി ചേർത്ത് കൊടുക്കാം. നല്ലൊരു മണം വരുന്നവരെ ഒന്ന് ഇളക്കി കൊടുക്കാം. മീഡിയം ഫ്ലെയിം വെച്ച് കൊടുക്കാം. ഇപ്പൊ മൂത്ത് നല്ലൊരു മണം വരുന്നുണ്ട്. ഈ ഒരു സമയം 2 വലിയ സവാള നീളത്തിൽ അരിഞ്ഞത് ചേർത്ത് കൊടുക്കാം. അതുപോലെ തന്നെ ഇതിലേക്ക് 20 ചെറിയ ഉള്ളി ചതച്ചതും കൂടി ചേർത്ത് കൊടുക്കാം. ചെറിയ ഉള്ളി ചെറുതായിട്ട് കട്ട് ചെയ്തെടുക്കുകയോ ചതച്ച് ചേർത്ത് കൊടുക്കുകയോ ചെയ്യാം. ചതച്ച് ചേർത്ത് കൊടുക്കുമ്പോഴാണ് കുറച്ചും കൂടെ ടേസ്റ്റ് കൂടുതൽ കിട്ടുന്നത്. അപ്പോൾ ചെറിയ ഉള്ളി ഉണ്ടെന്നുണ്ടെങ്കിൽ ചെറിയ ഉള്ളിയും കൂടി ചേർത്ത് കൊടുത്താൽ മാത്രമേ ഇതിനൊരു പ്രത്യേക ഒരു ടേസ്റ്റ് ഉണ്ടാവുള്ളൂ. ചെറിയ ഉള്ളി ഇല്ലാന്നുണ്ടെങ്കിൽ ഒരു സവാള അധികം ചേർത്ത് കൊടുത്താൽ മതി. സവാള പെട്ടെന്ന് വഴന്ന് കിട്ടുന്നതിന് വേണ്ടിയിട്ട് ഒരു 1/2 ടീസ്പൂൺ ഉപ്പ് ചേർത്ത് കൊടുക്കാം. സവാളയും ഉള്ളിയൊക്കെ വഴന്ന് ഒരു ഗോൾഡൻ നിറമാവണം, അതുവരെയും ഒന്ന് ഇളക്കി കൊടുക്കാം. അപ്പോൾ സവാളയും ഉള്ളിയൊക്കെ വഴന്ന് ഒരു ഗോൾഡൻ നിറമായിട്ടുണ്ട്. ഈ ഒരു സമയം ഇതിലേക്ക് 2 ടേബിൾ സ്പൂൺ ഇഞ്ചി ചതച്ചതും പിന്നെ 2 ടേബിൾ സ്പൂൺ വെളുത്തുള്ളി അല്ലികൾ ചതച്ചതും കൂടി ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ഉണ്ടെന്നുണ്ടെങ്കിൽ ഇത്രയും ചേർത്ത് കൊടുക്കേണ്ട ആവശ്യമില്ല. ഇനി ഇതിലേക്ക് 2 ടേബിൾ സ്പൂൺ മല്ലിയില ചെറുതായിട്ട് കട്ട് ചെയ്തും കൂടി ചേർത്ത് കൊടുക്കാം. മല്ലിയില ഇതുപോലെ നമ്മൾ വഴറ്റിയെടുത്താൽ മാത്രമേ നല്ല ടേസ്റ്റ് ഉണ്ടാവുള്ളൂ. ഒരു 10 സെക്കൻഡ് ഒന്ന് ഇളക്കി കൊടുക്കാം. ഒരു 10 സെക്കൻഡ് ഇളക്കി കൊടുത്തതിന് ശേഷം ഇതുപോലെ 4 പച്ചമുളക് കട്ട് ചെയ്തെടുത്തതും കൂടി ചേർത്ത് കൊടുക്കാം. എരിവുള്ള പച്ചമുളകാണെന്നുണ്ടെങ്കിൽ 2 എടുത്താൽ മതിയാകും. ഒന്ന് ഇളക്കി കൊടുത്തതിന് ശേഷം ഇതിലേക്ക് ഒരു 4 ടേബിൾ സ്പൂൺ കാശ്മീരി മുളക് പൊടി ചേർക്കാം. സാധാരണ എരിവുള്ള മുളക് പൊടിയാണെന്നുണ്ടെങ്കിൽ 1-2 ടേബിൾ സ്പൂൺ മുളക് പൊടി ചേർത്താൽ മതി. അവരവരുടെ എരിവിനനുസരിച്ചിട്ട് മുളക് പൊടി ചേർക്കുക. അതുപോലെ തന്നെ 4 ടേബിൾ സ്പൂൺ മല്ലിപ്പൊടി, 1 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, അതുപോലെ തന്നെ ഇതിലേക്ക് 1 ടീസ്പൂൺ കുരുമുളക് പൊടിയും കൂടി ചേർക്കാം. ഈ പൊടിയുടെ പച്ചമണം മാറി കിട്ടുന്നവരെ ഒന്ന് ഇളക്കി കൊടുക്കുക. ഒരു 10 സെക്കൻഡൊക്കെ ഇളക്കി കൊടുത്താൽ മതിയാവും. അപ്പോൾ 10 സെക്കൻഡ് ഇളക്കി കൊടുത്ത് പൊടിയുടെ പച്ചമണം മാറി കിട്ടിയതിന് ശേഷം ഇതിലേക്ക് 2 തക്കാളി ചെറുതായിട്ട് കട്ട് ചെയ്തും കൂടി ചേർത്ത് കൊടുക്കാം. ഒരു മീഡിയം സൈസ് 2 തക്കാളിയാണ് എടുത്തിട്ടുള്ളത്. ഈ തക്കാളിയൊക്കെ ചെറുതായിട്ടൊന്ന് വാടി വരണം. തക്കാളി പെട്ടെന്ന് വഴന്ന് കിട്ടാൻ വേണ്ടിയിട്ട് ഞാൻ 1 മിനിറ്റ് ഫ്ലെയിം കുറച്ച് വെച്ചിട്ട് മൂടി വെച്ചിട്ടുണ്ടായിരുന്നു. തക്കാളിയൊക്കെ ഒന്ന് വഴന്ന് വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് 1 തണ്ട് കറിവേപ്പില ഇതുപോലെ കട്ട് ചെയ്തത് ചേർത്ത് കൊടുക്കാം. ഇനി കഴുകി വൃത്തിയാക്കി എൻ്റെ വെള്ളമൊക്കെ മാറ്റി 1 കിലോ മട്ടൺ ഇതിലേക്ക് അങ്ങ് ചേർത്ത് കൊടുക്കാം. ഞാൻ 1 കിലോ മട്ടൻ്റെ അളവിലാണ് ഇതെല്ലാം കാണിച്ചിരിക്കുന്നത്. എല്ലാം കൂടെ നന്നായിട്ട് ഒന്ന് ഇളക്കിയെടുക്കാം. ഒരു 2 മിനിറ്റെങ്കിലും ഒന്ന് ഇളക്കി കൊടുക്കാം. ഒരു 2 മിനിറ്റ് ഇളക്കി കൊടുത്ത് ഈ മട്ടനൊക്കെ നല്ലതുപോലെ ഒന്ന് ചൂടാവണം. ഇനി ഇതിലേക്ക് തിളച്ച 1.5 കപ്പ് വെള്ളം ഒഴിച്ചു കൊടുക്കാം. ഗ്ലാസ്സിലാണെങ്കിൽ 1.5 ഗ്ലാസ് വെള്ളം ഒഴിച്ചു കൊടുത്താൽ മതി. ഒന്ന് ഇളക്കി കൊടുത്തതിന് ശേഷം ആവശ്യത്തിന് ഉപ്പുണ്ടോ എന്നൊന്ന് ചെക്ക് ചെയ്ത് നോക്കുക. വെള്ളം ഒഴിച്ചു കൊടുക്കുന്ന സമയത്ത് ഒരുപാട് വെള്ളം ഒഴിക്കരുത്. കുറച്ച് വെള്ളം മാത്രമേ ഒഴിക്കാവൂ. തിളച്ച വെള്ളം തന്നെ ഒഴിക്കാം. ഈ മട്ടനിൽ നിന്നും വെള്ളം ഇറങ്ങി വരും. ഇനി ആവശ്യത്തിനുള്ള ഉപ്പ് ചേർക്കാം. 1 ടീസ്പൂൺ ഉപ്പ് ചേർക്കാം. ലാസ്റ്റ് ഉപ്പ് കുറവുണ്ടെന്നുണ്ടെങ്കിൽ ചേർത്ത് കൊടുത്താൽ മതി. നമ്മൾ സവാള വഴറ്റിടുന്ന സമയത്ത് 1/2 ടീസ്പൂൺ ഉപ്പ് ചേർത്തിട്ടുണ്ടായിരുന്നു. എല്ലാം ഒന്ന് ഇളക്കി കൊടുത്തതിന് ശേഷം കുക്കർ മൂടി വെച്ച് കൊടുക്കാം. മീഡിയം ഫ്ലെയിം വെച്ച് കൊടുക്കുക.
മീഡിയം ഫ്ലെയിമിൽ 4 വിസിൽ കേട്ടതിന് ശേഷം ഫ്ലെയിം ഓഫാക്കി. ഇപ്പൊ ഇതിന്റെ ആവി മുഴുവനും ഇതാ മാറിയിട്ടുണ്ട്. ഇനി നമുക്കൊന്ന് തുറന്ന് നോക്കാം. അപ്പൊ തന്നെ നല്ലൊരു മണം വരുന്നുണ്ട്. ഇപ്പൊ മട്ടനൊക്കെ നല്ലതുപോലെ വെന്ത് റെഡിയായി കിട്ടിയിട്ടുണ്ട്. കറക്റ്റ് പാകത്തിനുള്ള വെള്ളമൊക്കെയാണ് നമ്മൾ ഒഴിച്ചു കൊടുത്തിട്ടുള്ളത്. ഇനി ഇതിലേക്ക് ഞാനിപ്പോ ഫ്ലെയിം വീണ്ടും ഓണാക്കി കൊടുത്തിട്ടുണ്ട്. കുറച്ച് കറിവേപ്പില ഇതുപോലെ കൈകൊണ്ട് ഞരടി ഇട്ട് കൊടുക്കാം. ഇനി ഒരു 1/2 ടീസ്പൂൺ ഗരം മസാല പൊടിയും ഒരു 1/4 ടീസ്പൂൺ വലിയ ജീരകം പൊടിച്ചതും കൂടി ചേർത്ത് കൊടുക്കാം. ഇനി ഒന്ന് ഇളക്കി കൊടുത്തതിന് ശേഷം നമുക്ക് ഫ്ലെയിം ഓഫ് ആക്കാം. ഇത്രയും ലൂസായിട്ട് വേണ്ട, കുറച്ച് കുറുകിയ ഗ്രേവിയാണ് വേണ്ടതുണ്ടെങ്കിൽ ഒരു 2 മിനിറ്റും കൂടെ തിളപ്പിച്ചൊന്ന് വറ്റിച്ചിട്ടെടുക്കാം. ഞാനിപ്പോൾ കുറച്ച് ഗ്രേവി ആയിട്ടാണ് എടുക്കുന്നത്. നമുക്ക് ഫ്ലെയിം ഓഫ് ആക്കി കൊടുക്കാം. ഇതിൻ്റെ ചൂട് ജസ്റ്റ് ഒന്ന് മാറിക്കഴിയുമ്പോൾ കുറച്ചും കൂടെ ഒന്ന് കുറുകി കിട്ടും. കുക്കറിൽ വളരെ എളുപ്പത്തിൽ റെഡിയാക്കി എടുക്കാൻ പറ്റുന്ന മട്ടൻ കറി ഇതാ ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി ഇത് ഒരു ബൗളിലേക്ക് മാറ്റാം. അപ്പോൾ അരി നല്ലതുപോലെ തണുത്ത് വന്നിട്ടുണ്ട്. ഒരു അരമണിക്കൂർ ഫ്രിഡ്ജിൽ വെച്ചിട്ട് എടുത്തിട്ടുള്ളതാണ്. ഇനി ഇതിലുള്ള വെള്ളമൊക്കെ നമുക്ക് മാറ്റിയിട്ട് ഒരു മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുക്കാം. അപ്പം പച്ചരിയിലുള്ള ആ വെള്ളം മുഴുവനും മാറ്റിയിട്ട് മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി അരയ്ക്കാൻ പാകത്തിന് ആവശ്യമായിട്ടുള്ള തേങ്ങാപ്പാൽ ഒഴിച്ചു കൊടുക്കാം. മുങ്ങിക്കിടക്കത്തക്ക രീതിയിൽ തേങ്ങാപ്പാൽ ഒഴിച്ചു കൊടുക്കുക. ഞാനിപ്പോൾ ഇതിനായിട്ട് എടുത്തിട്ടുള്ളത് അത്യാവശ്യം വലുപ്പമുള്ള ഒരു ചിരകിയ തേങ്ങ എടുത്തിട്ടുണ്ട്. അപ്പം അതിന്റെ വെള്ളഭാഗം മാത്രം എടുക്കുക. എന്നിട്ട് ആദ്യം നമ്മൾക്ക് 1-ാം പാൽ എടുക്കണം, പിന്നെ രണ്ടാമത് 2-ാം പാൽ എടുക്കണം. ആദ്യത്തെ ഒരു പ്രാവശ്യം നമ്മൾ ഇതിലേക്ക് ഒരു 2 കപ്പ് വെള്ളം ഒഴിച്ച് ജസ്റ്റ് ഒരു 30 സെക്കൻഡ് ഒന്ന് അരിച്ചെടുത്തിട്ടുള്ള തേങ്ങാപ്പാലും, രണ്ടാമത് വീണ്ടും നമ്മൾ 2 കപ്പ് വെള്ളം ഒഴിച്ചിട്ട് 2-ാം പാലും അടിച്ചെടുക്കാം. അപ്പോൾ 2-ാം പാലാണ് ഇത് ഒഴിച്ചു കൊടുക്കുന്നത്. 1 കപ്പ് പാല് ഇതാ ഒഴിച്ചു കൊടുത്തു. ഇനി നന്നായിട്ട് ഇതൊന്ന് അരച്ചെടുക്കാം. അരി നല്ല സ്മൂത്തായിട്ട് ഇതാ അരച്ചെടുത്തിട്ടുണ്ട്. ഒട്ടും തന്നെ തരിയൊന്നുമില്ല. അരച്ചെടുക്കുന്ന സമയത്ത് പ്രത്യേകം ശ്രദ്ധിക്കുക. ഒട്ടും തന്നെ നമ്മൾ അരച്ചെടുക്കുന്ന മാവ് ചൂടാവാൻ പാടില്ല. അതുകൊണ്ടാണ് ഞാൻ അരമണിക്കൂർ ഫ്രിഡ്ജിൽ വെച്ചിട്ട് എടുത്തത്. അപ്പൊ ഫ്രിഡ്ജിൽ വെക്കാൻ സമയമില്ല എന്നുണ്ടെങ്കിൽ ഒരു 10 മിനിറ്റ് ഫ്രീസറിൽ വെച്ചിട്ട് എടുത്താലും മതി. ഇനി ഇതിലേക്ക് നമ്മൾ ചേർത്ത് കൊടുക്കുന്നത് 2 കോഴിമുട്ടയുടെ. ഇനി ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ചേർക്കാം. 1 ടീസ്പൂൺ ഉപ്പാണ് ചേർക്കുന്നത്. ഉപ്പൊക്കെ അവരവരുടെ ഇഷ്ടത്തിനനുസരിച്ച് കൂട്ടിയും കുറച്ചും എടുക്കാവുന്നതാണ്. അതുപോലെ തന്നെ ഇതിലേക്ക് നമ്മൾ ചേർത്ത് കൊടുക്കുന്നത് 1 ടീസ്പൂൺ പഞ്ചസാരയാണ്. പഞ്ചസാര അങ്ങനെ വേണ്ടാന്നുണ്ടെങ്കിൽ ചേർക്കേണ്ട ആവശ്യമില്ല. പഞ്ചസാരയും കൂടി ചേർക്കുകയാണെന്നുണ്ടെങ്കിൽ കുറച്ചും കൂടെ ടേസ്റ്റ് കൂടുതലായിരിക്കും. ജസ്റ്റ് ഇതെല്ലാം കൂടിയിട്ട് ഒന്ന് അടിച്ചെടുക്കും. അപ്പോൾ ജസ്റ്റ് ഒരു 30 സെക്കൻഡ് ഇതൊന്ന് അടിച്ചെടുത്തിട്ടുള്ളൂ. ഇനി ഇതൊരു ബൗളിലേക്ക് മാറ്റാം. നമ്മൾ ആദ്യം 2-ാം പാൽ 1 കപ്പ് ഒഴിച്ചിട്ടുണ്ടായിരുന്നു. വീണ്ടും 2-ാം പാൽ 1 കപ്പ് ഒഴിച്ചു കൊടുക്കാം. ഇത് നമ്മൾ എടുത്തു വെച്ച 1-ാം പാലാണ്. നമ്മൾ എത്രയാണോ അരി അളന്നെടുക്കുന്നത് അതിന്റെ ഇരട്ടിക്ക് വേണം തേങ്ങ ചിരകിയെടുക്കാൻ. ഒരു 4 കപ്പ് തേങ്ങ എടുത്തിട്ടുണ്ട്. അതിൽ 2 കപ്പ് വെള്ളം ഒഴിച്ചിട്ട് ഒരു 30 സെക്കൻഡ് ഒന്ന് അടിച്ചെടുത്ത് അതിന്റെ 1-ാം പാൽ എടുത്തു. 2-ാം പാൽ എടുക്കുന്ന സമയം വീണ്ടും നമ്മൾ 2 കപ്പ് വെള്ളം ഒഴിച്ചിട്ട് ആണ് ഇതുപോലെ അടിച്ചെടുക്കുന്നത്. ഇതെല്ലാം കൂടിയിട്ട് ഒന്ന് ഇളക്കി യോജിപ്പിക്കാം. അപ്പോൾ ടോട്ടൽ നമ്മൾ 4 കപ്പ് തേങ്ങാപ്പാലാണ് ഇതിലേക്ക് ചേർത്ത് കൊടുത്തിട്ടുള്ളത്. ഈ ഒരു കട്ടിക്ക് വേണം നമ്മുടെ മാവ് റെഡിയാക്കി എടുക്കാൻ. ഇനി നമുക്ക് ഇതൊന്ന് ചെറിയ ഹോളുള്ള അരിപ്പിക്കൂടി ഒന്ന് ഇപ്പം അത് അരിച്ചെടുത്തിട്ടുണ്ട്. ഒട്ടും തന്നെ തരിയൊന്നും ഉണ്ടാവാൻ പാടില്ല. അപ്പോൾ കണ്ടില്ല, ഈ ഒരു കട്ടിക്ക് വേണം നമ്മുടെ ബാറ്റർ റെഡിയാക്കി എടുക്കാൻ. പാൻ ഒന്ന് ചൂടാതിന് ശേഷം ഇതിലേക്ക് നെയ്യൊന്ന് ബ്രഷ് ചെയ്ത് കൊടുക്കാം. നെയ്യോ എണ്ണയോ ബ്രഷ് ചെയ്ത് കൊടുക്കുക. ബ്രഷ് ചെയ്ത് കൊടുത്തതിന് ശേഷം നമ്മൾ തയ്യാറാക്കി വെച്ച ബാറ്ററിൽ നിന്നും ഒരു 3/4 സ്പൂൺ മാവ് ഒഴിച്ചു കൊടുക്കുക. പെട്ടെന്ന് തന്നെ നമുക്കിത് ചുറ്റിച്ചു കൊടുക്കുകയും വേണം. ലോ ടു മീഡിയം ഫ്ലെയിം വെച്ച് കൊടുക്കുക. നമ്മൾ ഒരു കൈ കൊണ്ട് മാവ് ഒഴിച്ചു കൊടുക്കുകയും ചെയ്യണം, മറ്റേ കൈ കൊണ്ട് മാവ് ചുറ്റിച്ചു കൊടുക്കുകയും ചെയ്യണം. പെട്ടെന്ന് തന്നെ ചെയ്തിട്ടെടുക്കുക. ഇത് പെട്ടെന്ന് ഈസിയാണ്, നമുക്ക് പെട്ടെന്ന് റെഡിയാക്കി എടുക്കാവുന്നേ ഉള്ളൂ. വീട്ടിൽ ഗസ്റ്റൊക്കെ വരുന്ന സമയത്തും അല്ലെങ്കിൽ കുട്ടികൾക്കും ഒക്കെ ഒരുപാട് ഇഷ്ടപ്പെടുന്ന ഒരു ബ്രേക്ക്ഫാസ്റ്റ് ആണിത്. ഇത് മൂടി വെക്കേണ്ട ആവശ്യമൊന്നുമില്ല. പെട്ടെന്ന് തന്നെ ഇതിന്റെ സൈഡൊക്കെ ഇതുപോലെ വിട്ട് വരുന്ന സമയത്ത് കൈവച്ചിട്ട് തന്നെ ഇതുപോലെ ഒന്ന് ആക്കിയെടുക്കാം. അല്ലാന്നുണ്ടെങ്കിൽ ഈ സൈഡും ഇതുപോലെ ഒന്ന് ആക്കി കൊടുക്കുക. വേണമെന്നുണ്ടെങ്കിൽ ഒരു സ്പാച്ചിൽ വെച്ചിട്ട് ചൂടാണെന്നുണ്ടെങ്കിൽ അങ്ങനെ ചെയ്തിട്ടെടുത്താലും മതി. ഇതുപോലെ തന്നെ നമുക്ക് ബാക്കി എല്ലാ പാലടയും ചുട്ടെടുക്കാം.
അപ്പൊ നമ്മുടെ പാലാടയെല്ലാം ഇതാ ചുട്ടെടുത്തിട്ടുണ്ട്. കണ്ടില്ലേ, നല്ല പൂ പോലെ സോഫ്റ്റ് ആയിട്ടാണ് ഇരിക്കുന്നത്. നമ്മൾ കയ്യിൽ വെച്ച് നോക്കുന്ന സമയത്ത് നമുക്ക് കൈയൊക്കെ കാണാൻ പറ്റും. അത്രയ്ക്ക് നല്ല നൈസ് ആയിട്ടുള്ളതാണ്. അപ്പൊ ഇതിന്റെ കൂടെ കഴിക്കാൻ പറ്റിയ മട്ടൻ കറിയും ഇവിടെ റെഡി ആയിട്ടുണ്ട്. മട്ടൻ കറിയുടെ കൂടെ കഴിക്കാനും അടിപൊളി ടേസ്റ്റ് ആണ്. അപ്പൊ എന്തായാലും നിങ്ങൾ ഈ പാലടയും മട്ടൻ കറിയും ഒരു പ്രാവശ്യം ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. നിങ്ങൾക്ക് എല്ലാവർക്കും ഒരുപാട് ഇഷ്ടമാകും. അപ്പൊ നമുക്ക് മറ്റൊരു വെറൈറ്റി വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. താങ്ക്